കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇപ്പോഴും നാട്ടിലാണ്. നാട്ടിൽ നിന്നാണ് സൂം ഓണാക്കിയേക്കുന്നത്. അതിന്റെ പരിമിതികളുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. എനിവേ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളിച്ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. സർദീസ് സഭയുടെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചിന്തിപ്പാനിടയായി. ഇന്ന് അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 3 സഭകൾക്കുള്ള ദൂതാണ് പ്രധാനമായും നമ്മൾ കാണുന്നത്. സർദീസ് സഭയോടും ഫിലദൽഫിയ സഭയോടും ലവോദിക്ക സഭയോടും കർത്താവിന് ദൂതുണ്ടായിരുന്നു. മൊത്തം 7 സഭകളാണ് 2-3 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 4 സഭകൾക്കുള്ള ദൂതുകൾ നമ്മൾ പരിമിതമായ സമയത്തിനുള്ളിൽ ചിന്തിപ്പാനിടയായി. സർദീസ് സഭ, അതിനെ എൻട്രി ഒന്ന് നോക്കിക്കേ. അതിന്റെ ആദ്യത്തെ വാക്യം, 7 ആത്മാക്കളും ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും, അല്ലേ? ഒന്നുകൂടെ വാക്യം ഒന്ന് വായിക്കേ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോ സഭയുടെയും നിലവാരമനുസരിച്ചാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ഓരോ സഭയ്ക്കും വ്യത്യസ്ത നിലകളിലാണ് നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നത്? പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ സർദീസ് സഭയുടെ മുമ്പിൽ കർത്താവ് വെളിപ്പെടുന്നത് 7 ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവനായിട്ടാണ് രംഗപ്രവേശനം ചെയ്യുന്നത്. എന്താണ് 7 ആത്മാവ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ സമ്പൂർണതയാണ് 7 ആത്മാവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? പരിശുദ്ധാത്മാവിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ സമ്പൂർണത. 7 എന്നുള്ളത് ഒരു ഡിവൈൻ നമ്പറാണ്. 7 നക്ഷത്രം. വെളിപ്പാട് ദിവസം 1:20 വായിക്കുമ്പോൾ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രം കയ്യിൽ പിടിച്ച് നടകൊള്ളുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 7 നക്ഷത്രം എന്ന് പറയുന്നത് കർത്തൃദാസന്മാരാണ്, സഭാ ശുശ്രൂഷകന്മാരാണ്, സഭയുടെ ദൂതന്മാരാണ്. അത് മറന്നു പോകരുത്. വേണമെങ്കിൽ വെളിപ്പാട് ദിവസം 1:20 തൊട്ടൊന്ന് വായിച്ചോ, സംശയം മാറിക്കോട്ടെ. 1:20. ഇനി സംഭവിക്കേണ്ടതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു.
ഏഴ് മതി നിലവിളക്ക് മതി 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 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. ഈ സർദീസ് സഭയെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ യാതൊരു അഭിനന്ദനവും അർഹിക്കാത്തൊരു സഭയായിട്ട് ഈ സഭയെ കാണാൻ കഴിയും. മറ്റു സഭകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അഭിനന്ദനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ സർദീസ് സഭയ്ക്ക് അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് സർദീസ് സഭയുടെ പ്രവൃത്തി അറിയുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണാൻ കഴിയും. God knows the works of church at Sardis. സർദീസ് സഭയുടെ പ്രവൃത്തി, പക്ഷേ ദൈവം അത് പരിശോധനയ്ക്ക് വിധേയമാക്കി. ഏതു ദൈവ പൈതലിന്റെയും ഏതു സഭയുടെയും പ്രവൃത്തികൾ ദൈവത്തിന്റെ പരിശോധനയ്ക്ക് ദൈവം വിധേയമാക്കും. സർദീസ് സഭയുടെ പ്രവൃത്തികൾ എല്ലാം കൂടെ ദൈവം പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ വന്ന റിപ്പോർട്ട് പറയാമോ? എന്തായിരുന്നു റിപ്പോർട്ട്? എന്താണ്? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോ. പൂർണ്ണതയില്ല. അതെ, ആരാ പറഞ്ഞേ? ഞാനാ, മേഴ്സി. സർദീസ് സഭയുടെ പ്രവൃത്തികൾ ദൈവത്തിന്റെ മുമ്പിൽ പൂർണ്ണതയുള്ളതല്ലായിരുന്നു. മനസ്സിലായോ? മറ്റുള്ള സഭകളെ പോലെ എന്തൊക്കെയോ ഈ സഭകൾ ചെയ്യുന്നുണ്ട്, അല്ലെ? എന്തൊക്കെയോ ഈ സഭ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം ഒന്ന് ഇവാലുവേറ്റ് ചെയ്തപ്പോ, ദൈവം ആ ചർച്ചിന്റെ പ്രവൃത്തികളെല്ലാം ഒന്ന് എക്സാം ചെയ്തപ്പോൾ, അവിടെ ലാസ്റ്റില് ഈ ലാബിലൊക്കെ പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരുമ്പോ റിസൾട്ട് നമുക്ക് കിട്ടുമല്ലോ. ലാസ്റ്റില് ടോട്ടൽ റിസൾട്ടിന്റെ താഴെ അവിടെ എഴുതി വെച്ചേക്കുന്ന എന്നാ? നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതല്ല. മനസ്സിലായോ? അന്നേരം ദൈവം നമ്മുടെ പ്രവൃത്തികൾ പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇപ്പം നമ്മുടെ സുജിന്റെ ആണെങ്കിലും മേഴ്സിയുടെ ആണെങ്കിലും ജോസഫ് ചാക്കോ പാസ്റ്ററെ ആണെങ്കിലും ബിനി ജെയിംസ് പാസ്റ്ററെ ആണെങ്കിലും സുമ സിസ്റ്ററെ ആണെങ്കിൽ ആരുടെ ആണെങ്കിലും നമ്മുടെ പ്രവൃത്തി ദൈവം പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നമ്മുടെ പ്രവൃത്തിയുടെ പിന്നിലെ മനോഭാവമാണ് ദൈവം നോക്കുന്നത്. രാമൻ പറയാമോ? ഒരു കൺവെൻഷൻ വെച്ചാലോ, ഒരു ബൈബിൾ കോളേജ് നടത്തിയാലോ, ഒരു സഭ നടത്തിയാലോ, ഒരു ക്രൂസൈഡ് നടത്തിയാലോ, ആ പ്രവർത്തികളെ ദൈവം പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ മനോഭാവമാണ് ദൈവം നോക്കുന്നത്. മനസ്സിലായോ? ഇതുകൊണ്ട് ദൈവത്തിനാണോ പ്രയോജനം, ദൈവനാമ മഹത്വത്തിനാണോ എന്ന് ദൈവം പരിശോധിക്കും. സർദീസ് സഭയിൽ നടന്ന കൺവെൻഷനും സർദീസ് സഭയിൽ നടന്ന മറ്റു പ്രവർത്തനങ്ങളും എല്ലാം ദൈവം ഒന്ന് ഇവാലുവേറ്റ് ചെയ്തപ്പോ കർത്താവ് കൊടുത്ത റിപ്പോർട്ട് എന്നാന്നറിയാമോ? നിന്റെ പ്രവൃത്തി എന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പൈസ മുടക്കിയതെല്ലാം വെറുതെ. മനസ്സിലായോ? ആൾക്കാർ കിടന്ന് കഷ്ടപ്പെട്ടതും പന്തല് കെട്ടിയതും മ്യൂസിക് ട്രൂപ്പിനെ വിളിച്ചതും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അതെല്ലാം എന്ത് ചെയ്തു? പ്രയോജനമില്ലാതായി പോയി. ഒരു കാര്യം കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയാം. ദൈവം മനുഷ്യരുടെ പ്രവൃത്തിയുടെ വലിപ്പം നോക്കിയോ അതിന്റെ മഹത്വം നോക്കിയോ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല. ഇന്ന് പലരും ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ?
ആ സഭ കൺവെൻഷൻ വെച്ചപ്പോൾ 500 പേര് വന്നെങ്കിൽ ഞങ്ങളുടെ കൺവെൻഷൻ വെക്കുമ്പോൾ 1000 പേര് വരണം. ഒരാത്മാവ് രക്ഷിക്കപ്പെടണമെന്നുള്ളതല്ല വിഷയം. ഏതാണ്ടോ മത്സരം പോലെ. മനസ്സിലായോ? ആ ബൈബിൾ കോളേജിൽ കഴിഞ്ഞ വർഷം 50 പേരായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മുടെ ബൈബിൾ കോളേജിൽ 100 പേര് ഗ്രാജുവേറ്റ് ചെയ്യണം. അതൊന്നുമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ പരിമിതമായ സാഹചര്യത്തിനകത്ത് നമ്മൾ ദൈവനാമത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത്? അതാണ് ദൈവം നോക്കുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ മനുഷ്യർ കാണാൻ വേണ്ടിയല്ല ദൈവവേല ചെയ്യേണ്ടത്. രാമൻ പറയാമോ? ദൃഷ്ടി സേവയാൽ അല്ല ദൈവവേല ചെയ്യേണ്ടത്. 2-3 വാക്യങ്ങൾ നമുക്ക് എടുക്കണം. യേശു തമ്പുരാൻ പറഞ്ഞ വാക്യം എടുക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്യങ്ങൾ എടുക്കണം. മത്തായിയുടെ സുവിശേഷം 5:16 ഒന്ന് വായിക്കാമോ? യേശു എന്താ ഗിരിപ്രഭാഷണത്തിൽ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത്? അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അന്നേരം നമ്മുടെ പ്രവൃത്തി ദൈവസന്നിധിയിൽ നല്ലതാകണം. എന്ന് പറഞ്ഞാൽ ഇരുട്ടില്ലാതെ വെളിച്ചത്തിന്റെ മക്കളായി വെളിച്ചം പരത്തുന്നവരായിരിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 3:22-23 വാക്യങ്ങൾ. ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടികളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടത്രേ അനുസരിക്കേണ്ടത്. ആമേൻ. അന്നേരം എങ്ങനെയാണ് കർത്താവിന് വേല ചെയ്യേണ്ടത്? മനുഷ്യനെ പ്രസാദിപ്പിച്ച് കമ്മിറ്റിക്കാര് വണങ്ങും, വീട്ടുകാര് വണങ്ങും, സഭാപാസ് വണങ്ങും, ഭാര്യ വണങ്ങും, മക്കള് വണങ്ങും. ഈ രീതിയിലല്ല നമ്മൾ ചെയ്യേണ്ടത്. ദൈവം പിണങ്ങുമോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. മനസ്സിലായോ? ദൈവം പിണങ്ങുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യം കൂടെ നോക്കിക്കേ. യേശു തമ്പുരാൻ അത് തന്നെയല്ലേ പറഞ്ഞത്? മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ആമേൻ. മനുഷ്യനെ കാണിക്കാനല്ല. ചിലരൊക്കെ സ്തോത്രാചിരുന്ന് കണ്ടിട്ടില്ല, ഇങ്ങനെ 100 രൂപയുടെ അറ്റത്ത് പിടിച്ച് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നേ. ഞാൻ 100 രൂപ ഇട്ടെന്ന് എല്ലാവരും അറിയണം. മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല. ആണോ? ഇനി എന്റെ വേറൊരു ഭാഗം കൂടെ പറയാം. സർദീസ് സഭയിലെ പ്രവർത്തികൾക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ ഒത്തിരി കയ്യടിയൊക്കെ കിട്ടിയേക്കാം, അല്ലേ? അല്ലേ ജോസഫ് ചാക്കോ പറഞ്ഞ ശരിയല്ലേ? ഒത്തിരി കയ്യടി കിട്ടിയേക്കാം, ഒത്തിരി പേര് അഭിനന്ദിച്ചേക്കാം, പല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അല്ലേ? അന്നേരം ദൈവം ശോധന ചെയ്തപ്പോൾ 2-ാം വാക്യത്തിലുണ്ട്, അല്ലേ? ഒരുപാട് ദിവസം 3-2 ദൈവം ശോധന ചെയ്തപ്പോൾ ഈ കൈയടിച്ചതും ഈ കാര്യങ്ങളൊക്കെ ചെയ്തതും പൂർണ്ണതയുള്ളതല്ലെന്നാ ദൈവം കണ്ടേ. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. സർദീസ് സഭയ്ക്ക് പ്രവൃത്തി ഇല്ലെന്ന് ദൈവം പറഞ്ഞോ? സർദീസ് സഭയ്ക്ക് പ്രവൃത്തി ഉണ്ടെന്നേ. നമ്മുടെ രീതി പറഞ്ഞ മുറ്റത്ത് കൺവെൻഷൻ ഉണ്ട്, വാർഷിക കൺവെൻഷൻ ഉണ്ട്, സഹോദരിമാരുടെ യോഗമുണ്ട്, സൺഡേ സ്കൂളുണ്ട്, CM ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്നിനും മാറ്റി നിൽക്കാൻ ഒക്കത്തില്ല. ബട്ട് നോ യൂസ്, ഗുഡ് ഫോർ നത്തിങ്. ദൈവം അത് ശോധന ചെയ്തപ്പോൾ, സർദീസ് സഭയുടെ എല്ലാ പ്രവൃത്തികളും ദൈവം ശോധന ചെയ്തപ്പോൾ അത് കത്തി ചാമ്പലായിപ്പോയി, ഒന്നും കിട്ടാനില്ല.
മനസ്സിലായോ? നമുക്ക് മനുഷ്യന്റെ കയ്യടി വേണോ ദൈവത്തിന്റെ കയ്യടി വേണോ? തീരുമാനിച്ചു. മനുഷ്യൻ പ്രസാദിക്കണോ ദൈവം പ്രസാദിക്കണോ? ആമേൻ. ആമേൻ. സർദീസ് സഭ ജീവനുണ്ടെന്ന് പേരാണെങ്കിലും അത് മരിച്ച സഭയാണ്. സർദീസ് സഭയിലെ വിശ്വാസികളെ അഞ്ചാടി തിരിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ഇട്ട് തന്നിട്ടുണ്ട്. സർദീസ് സഭ ഡെഡ് ചർച്ചാണ്, മരിച്ച സഭയാണ്. എന്താ ഈ മരിച്ച സഭ എന്ന് പറഞ്ഞാൽ? എന്താ മരിച്ച സഭ എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും ഒന്ന് പറയാമോ? എല്ലാ കാര്യങ്ങളും അതിന്റെ ചിട്ട അനുസരിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ ആത്മാവിന്റെ നിയന്ത്രണം അത് ഞാൻ അനുസരിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും. വേഗത്തിൽ ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങള് ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുത്തേ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ 24-ാം വാക്യം വായിക്കും. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. ആമേൻ. എന്നിട്ട് നോക്കണേ, ഒരു പിതാവ് തന്റെ ഇളയ മകനെ കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കിയതാ. എന്താണ് ആ പ്രസ്താവന? എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. എന്റെ മകൻ മരിച്ചവനായിരുന്നു. എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. എന്താ അതിന്റെ അർത്ഥം? എന്നാ എന്താ മനസ്സിലായി? എന്തെങ്കിലും ഒന്ന് പറ. അതായത് ഈ ഇളയ മകൻ, നമ്മളെ മുടിയമ്പുത്രൻ എന്ന് വിളിക്കുന്ന ഈ മകൻ, അപ്പനുമായുള്ള സഹവാസം ഇല്ലാതാക്കി പിതാവുമായിട്ടുള്ള സമ്പർക്കത്തിലല്ലാതിരുന്നൊരു കാലം. ആ കാലത്തെ മുടിയമ്പുത്രന്റെ അപ്പൻ വിശേഷിപ്പിച്ച എന്നാന്നറിയാമോ? മരിച്ച കാലം, അപ്പനിൽ നിന്ന് അകന്നുപോയ കാലം. സർദീസ് സഭ നിനക്ക് ജീവനുണ്ടെന്ന് പേരാണെങ്കിൽ നീ മരിച്ചവനാണെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം പറ. പുറമേ ജീവനുണ്ടെങ്കിലും അപ്പനുമായിട്ടുള്ള സമ്പർക്കത്തിൽ തുടരുന്നില്ല, ബന്ധമില്ല. പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയ സഭ. സഭായോഗമില്ലാത്ത സഭയെന്നൊന്നും അല്ല ഇവിടെ പറയുന്നേ. മാസയോഗമില്ലാത്ത സഭയെന്നോ കൺവെൻഷൻ ഇല്ലാത്ത സഭയെന്നൊന്നും അല്ല പറയുന്നത്. ദൈവമായിട്ടുള്ള സമ്പർക്കം ആ സഭയ്ക്കില്ലാതെ വന്നതുകൊണ്ട് ആ സഭ മരിച്ചുപോയി. നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ തലയുമായിട്ടുള്ള ബന്ധത്തിൽ പോണം. ശരീരത്തിൽ നിന്ന് തല വേർപെട്ടാൽ ജീവൻ നിലനിൽക്കുകയില്ല. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ തുടരാത്ത കാലത്തോളം ശരീരമാകുന്ന സഭയ്ക്ക് വർക്ക് ചെയ്യാൻ കഴിയത്തില്ല. അപ്പനുമായിട്ടുള്ള സ്നേഹബന്ധം പുലർത്താതെ അവൻ ജീവിച്ചു. തുടർന്ന് കർത്താവ് സഭയോട് പറയുന്നത് നോക്കിയേ, 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2-ാം വാക്യം, വെളിപ്പാട് 3:2. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. 3-ാം വാക്യം കൂടെ. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും
മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. നോക്കുക, തുടർന്ന് കർത്താവ് ദൈവസഭയോട് പറയുന്നത് നോക്കിക്കേ. ഒന്ന്, നീ ഉണർന്നുകൊള്ളണം. ഉണർന്നുകൊള്ളണം എന്ന് പറഞ്ഞാൽ എന്തുവാ? ബി വാച്ച്ഫുൾ. നീ ഉണർന്നുകൊള്ളണം. നമുക്കറിയാവുന്ന ഭാഷ പറഞ്ഞാൽ ഉണർന്നുകൊള്ളണം എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നിരിക്കണമെന്നല്ല. അപ്പനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം. അപ്പനുമായിട്ടുള്ള ബന്ധം സർദീസ് സഭ പുനഃസ്ഥാപിക്കണം. രണ്ടാമത്, ദൈവസഭയോട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുകയാണ്, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. Strengthen the things which remain that are ready to die. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അന്നേരം ഒരു ശേഷിപ്പുണ്ട്, about to death. അത് മരിക്കാൻ തുടങ്ങുക. ഇതുവരെ മരിച്ചില്ല. At any time these people will die. ഏത് സമയത്തും എന്ത് ചെയ്യാം? ഈ ചാവാറായ ശേഷിപ്പുകൾ മരിക്കാം. വെന്റിലേറ്ററിൽ കിടക്കുക, ജീവനുണ്ടെന്നേ പറയത്തുള്ളൂ. മനസ്സിലായോ? അന്നേരം ഈ ചാവാറായ ശേഷിപ്പുകളെ എന്ത് ചെയ്യണം? ശക്തീകരിക്കണം. മനസ്സിലാകുന്ന ഭാഷ പറയാം. ഇപ്പോൾ നമ്മുടെ ഈ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മുടെയൊക്കെ വീടുകളില് പിന്നെ തീ കത്തിക്കുന്ന അടുപ്പുണ്ട്. ഗ്യാസ് സ്റ്റവ് ഉണ്ടെങ്കിലും ചില വീടുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തീ കത്തിക്കുന്ന അടുപ്പുണ്ട്. നമ്മള് തീ കത്തിച്ച് കഴിയുമ്പോൾ നന്നായി കത്തും. ചില സന്ദർഭങ്ങളിൽ ആ തീ അങ്ങ് വിറകിൽ നിന്ന് കെട്ടുപോകാൻ തുടങ്ങും. കെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണ സാധനങ്ങളൊന്നും വേഗത്തില്ല. ഇങ്ങനെ കെട്ടുപോകാൻ തുടങ്ങുമ്പോൾ അത് തുടർന്ന് കത്തുവാൻ തക്കവണ്ണം അതിന് സഹായകരമായിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ ഒരു ചൂട്ട് കത്തിച്ചു വെക്കും, ചിലപ്പോൾ ഇച്ചിരി മണ്ണെണ്ണ ഒഴിക്കും, ചിലപ്പോഴാണെങ്കിൽ ഒരു പേപ്പർ കത്തിച്ചു വെക്കും. ഇതൊക്കെ ചെയ്തില്ലേ? ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും? ചിലപ്പോ ഒരു ചിരട്ട തീക്കൽ നിൽക്കാൻ വേണ്ടി അതിനകത്ത് വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് മാക്സിമം നിലയിൽ കെടാൻ പോകുന്ന ആ തീ കെട്ടുപോകാതിരിക്കാൻ വേണ്ടി അതിനെ ശക്തീകരിക്കും. എന്ന് പറഞ്ഞ പോലെ സർദീസ് സഭയിലെ ചാകാറായ ചില ശേഷിപ്പുകളെ ശക്തീകരിക്കണം. അവർ പ്രാർത്ഥിക്കണം, അവർ ഉപവസിക്കണം. ദൈവമക്കൾ പരസ്പരം കൈത്താങ്ങൽ കൊടുക്കണം. വചനത്തിൽ അവർ നിലനിൽക്കുവാൻ അവർ ഉപദേശിക്കണം. പരസ്പരം എന്ത് ചെയ്യണം? ആ സപ്പോർട്ടീവായിട്ട് നിൽക്കണം. ഓക്കെ. എനിക്ക് മൂന്നാമത്തെ വാക്യം ഒത്തിരി ഇഷ്ടമുള്ളൊരു വാക്യമാണ്. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. മൂന്നാം വാക്യം, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും. ഇവിടെ രണ്ട് കാര്യങ്ങൾ കണ്ടോണോ? ഒന്ന്, സർദീസ് സഭയോട് പറയുകയാണ്, നീ പ്രാപിച്ചത് ഓർക്കണം. സർദീസ് സഭ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ച സഭയായിരുന്നു. ഇന്ന് രാത്രിയിൽ ദൈവങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതെല്ലാം ഒന്ന് ഓർത്തേ. ആദ്യ കാലഘട്ടങ്ങളിൽ കർത്താവ് തന്നിരിക്കുന്ന ദൈവകൃപകളൊന്ന് ഓർത്തേ. ദൈവനെ വായിക്കാനുള്ള ടെൻഡൻസി, പ്രാർത്ഥിപ്പാനുള്ള ടെൻഡൻസി, സുവിശേഷം പറയാനുള്ള ടെൻഡൻസി, എന്തെല്ലാം കൃപകൾ ദൈവം തന്നു. ഒരു നിമിഷം ഒന്ന് ഓർത്ത് നോക്കിക്കേ. നീ പ്രാപിച്ചത് ഓർക്കണം. രണ്ടാം പറയാണ്, നീ ദൈവത്തിൽ നിന്ന് കേട്ടത് എന്ത് ചെയ്യണം? ഓർക്കണം. എന്നിട്ട് നീ അതിനെ കാത്തുകൊള്ളണം.
മാനസാന്തരപ്പെടണം. അന്നേരം പ്രാപിച്ചത് ഓർക്കണം, ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ഓർക്കണം, എന്നിട്ട് അതിനെ കാത്തുകൊള്ളണം. ആ അനുഭവത്തിലേക്ക് വരുവാൻ നീ മാനസാന്തരപ്പെടണം. മനസ്സിലായോ? അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഒരു ശേഷിപ്പ് ചാകാതെ കിടപ്പുണ്ട്. അത് ചാകാതിരിപ്പാൻ ശക്തി വേണം. അതിനെ ശക്തീകരിക്കുവാൻ ചിലർ എഴുതേക്കണം. ഉള്ള കനലൂടെ ഊതിക്കെടുത്തുന്നവരെ നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ചർച്ചിലൊക്കെ പുതിയ ഒരു കുടുംബമോ വിശ്വാസികളൊക്കെ വരുമ്പോൾ അന്ന് ഒരു ജഡികൻ എഴുന്നേക്കും. സഭയ്ക്കകത്ത് വഴക്കുണ്ട്, വന്ന ഒരു ജീവനും കൊണ്ടുപോകും. വളരെ ഉപസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഒരു പുതിയ കുടുംബം വരുമ്പോൾ, ആത്മാക്കൾ വരുമ്പോൾ, ഇവര് ഈ ജഡികനിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് അങ്ങ് എഴുന്നേക്കും. ഇതിന് ചുമ്മാ അതൊരു കാര്യമില്ല, അത് വഴക്കുണ്ടാക്കും. പിന്നെ പുതിയ ആത്മാക്കൾ വരത്തില്ല. അങ്ങനെ ചെയ്യണമെന്നല്ല ഇവിടെ പറയുന്നത്. ചാവാറായതിനെ ശക്തീകരിക്കുവാൻ ചിലർ എഴുന്നേക്കണം. മനസ്സിലായോ? നമ്മുടെ ആദ്യകാല അനുഭവങ്ങൾ എല്ലാവരും ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാ. നമ്മുടെ ആദ്യകാല അനുഭവങ്ങൾ ഓർത്ത് അത് കാത്തു സൂക്ഷിക്കാൻ ദൈവം കൃപ തരട്ടെ. ഞങ്ങളൊന്നും സമ്പന്നതയുടെ ഉയരത്തിലല്ല സുവിശേഷ വിലക്ക് ഇറങ്ങിയത്. 10 രൂപ കിട്ടുമെന്ന് പ്രതീക്ഷയിലുമല്ല. ദൈവം വിളിച്ചത് കൊണ്ട് ഇറങ്ങിയതാ. ഞാൻ എന്റെ കണ്ടംപററീസ് ഒക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. വി.പി. ജോൺ പാസ്റ്ററോടും ജോസഫ് ചാക്കോ പാസ്റ്ററോടും ഒക്കെ ചോദിച്ചാൽ അറിയാം. എന്റെ ക്ലാസ്മേറ്റ് ആയ സാലി സിസ്റ്റർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമുള്ളായിരുന്നു, മരണം വരെ കർത്താവിന് വേല ചെയ്യണം, യേശുവിന് വേണ്ടി ജീവിക്കണം, സുവിശേഷം പറയണം. ഭയങ്കര ദാഹമാണ്. കല്യാണത്തിനൊക്കെ ആണെങ്കിൽ വിളിച്ചാ പോയാൽ മതി. ദൈവാസന്മാരായ ദൈവമക്കളായ നമ്മളെ ഒന്നും ആരും വിളിക്കണമെന്നൊന്നുമില്ല. സുവിശേഷ യോഗത്തിൽ എവിടെ പോവാം? ആരും ചോദിക്കത്തില്ല നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേന്ന്. ചോദിക്കോ? എവിടെയും പോവാം. അങ്ങനെ ആദ്യകാലങ്ങളിൽ നമ്മള് എവിടെ കൺവെൻഷൻ ഉണ്ടെങ്കിലും എവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും ബൈബിൾ ക്ലാസ് ഉണ്ടെങ്കിലും നമ്മൾ ഓടിയെത്തും. അന്ന് പ്രാപിച്ചത്, അന്ന് കിട്ടിയത്, അതാണ് മൂലധനം. അത് നഷ്ടപ്പെടരുത് എന്നാണ് സർദീസ് സഭയോട് ദൈവം പറയുന്നത്, അല്ലേ? അബുദാബിയില് സൂസമാമയുടെ ഉണ്ട്. ഒരുപാട് അനുഭവങ്ങൾ സൂസമാമയ്ക്ക് പറയാറുണ്ട്. വിളിക്കുന്ന അനേകരുണ്ട് അതിനകത്ത്, അല്ലേ? അത് നമ്മുടെ മൂലധനം അതാണ്. സ്തോത്രം. നമ്മുടെ ആദ്യകാല അനുഭവങ്ങൾ അത് കാത്തു സൂക്ഷിപ്പാൻ ദൈവം കൃപ തരാൻ നമുക്ക് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? നീ മാനസാന്തരപ്പെടണമെന്ന് സദീസ് സഭയോടെ കർത്താവ് പറഞ്ഞ എന്തുകൊണ്ടാ? മനസ്സിന് മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതിന് തയ്യാറാകണം. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്, ദൈവത്തിൽ നിന്ന് കേട്ടത്, അത് നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ മനസ്സിന് മാറ്റം വേണമെന്നാ പറഞ്ഞത്. പണ്ടത്തെ ആ മനസ്സാണോ ഇപ്പോഴത്തെ മനസ്സ്? പരിശോധിച്ചു നോക്കിക്കേ. ഇന്ന് രാത്രിയിൽ ഈ വെളിപ്പാട് ദിവസം ചിന്തിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ദൈവ സമ്പർക്കത്തിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ട് നമ്മൾ വായിച്ചല്ലോ. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. ഇറ്റ് ഈസ് എ സ്ട്രോങ് വാർണിംഗ്. ഇത്ര ശക്തമായൊരു ദൂതുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? എന്താണ് ഇതിന്റെ അർത്ഥം? ഈ ഏഷ്യാമേനുള്ള 7 സഭകളോടും കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വരും, ഞാൻ വരും. ആവർത്തിച്ച് കർത്താവ് പറയുന്നുണ്ട്, ഐ വിൽ കം ബാക്ക്. സർദീസ് സഭയോടും കർത്താവ് പറഞ്ഞു, ഞാൻ വരും.
ഞാൻ വരുന്നത് എന്താ? കള്ളനെ പോലെ വരും. എന്താ ഈ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ? എന്താണ് ഈ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ? ഏത് എന്ത് സമയത്തും മനസ്സിലാവും? സുമസിസ്റ്ററെ ഏത് എന്തോ പറഞ്ഞാട്ടെ, സുമസിസ്റ്ററെ ഏത് ഈരാറ്റ് വേണ്ട, കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാ? ഏത് സമയത്തും കർത്താവ് വരും. നമ്മൾ നിർവിച്ചില്ലേലും കർത്താവ് വരേണ്ട സമയത്ത് വരും. ആ, രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒന്ന്, കള്ളൻ എന്തിനാ വരുന്നേ? അക്കാനും മോഷ്ടിക്കാൻ വിലപിടിപ്പുള്ളതെടുക്കാൻ. അത് തന്നെ സുജിൻ പറഞ്ഞ ശരിയാണ്. വളരെ മുടിക്കാൻ വരുന്ന വീട്ടുകാർക്ക് മുടി കൊണ്ടാന്ന് പറഞ്ഞാലും വിലപ്പെട്ടത് കൊണ്ടുപോകാനാ വരുന്നത്, വിലയേറിയത് കൊണ്ടുപോകാനാ വരുന്നത്. എന്നാൽ കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ കർത്താവിന് വിലപ്പെട്ടത് എന്തോ ഭൂമിയിലുണ്ട്. രാമൻ പറയാമോ? എന്താണ് കർത്താവിന് വിലപ്പെട്ടത് ഭൂമിയിലുള്ളത്? എന്താണ്? ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭ അത് നിക്ഷേപമാണ്. ദൈവസഭ ലോകത്തിന്റെ വെളിച്ചമാണ്, ലോകത്തിന്റെ ഉപ്പാണ്. ദൈവസഭ ദൈവത്തിന്റെ കൃഷിയാണ്. ദൈവസഭ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവസഭ ദൈവത്തിനുള്ളവരാണ്. നേരം ആ വിലപ്പെട്ടത് എടുക്കാനാ വരുന്നത്. ഞാൻ കള്ളനെ പോലെ വരുമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ കള്ളന്മാരൊക്കെ വരുന്നത് പണവും പൊന്നും ഒക്കെ മുട്ടിക്കാനാ. അവർക്കതാണ് വലുത്. നമ്മുടെ കർത്താവ് കള്ളനെ പോലെ വരുന്നത് ദൈവസഭയെ ഇവിടുന്ന് ചേർക്കാനാണ്. ആമേൻ. രണ്ടാമത്, ഞാൻ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ ഒരു കള്ളനും ഞാൻ ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന വീട്ടിൽ വരുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയില്ല. മുന്നറിയിപ്പില്ലാതെ വരും എന്ന് പറഞ്ഞാൽ സമയം പറയാതെ വരും. സമയം പറയാതെ വരുന്നേ, ഒരിക്കൽ സമയം പറയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. ഉണർന്നിരുന്നോണം, ഒരുങ്ങിയിരുന്നോണം. മനസ്സിലായോ? എനിക്ക് ആ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 37-ാമത്തെ വാക്യം ഒത്തിരി ഇൻട്രസ്റ്റിംഗ് തോന്നുന്ന വാക്യമാണ്. വായിക്കാമോ? ലൂക്കോസ് 12:37. യജമാനം വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും. മതി. യജമാനം വരുമ്പോൾ ആരാണ് ഭാഗ്യവാന്മാര്? ഉണർന്നിരിക്കുന്നവർ. ഈ ഭാഗ്യം എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠമായ സംഗതിയാണ്. എല്ലാവർക്കും ഭാഗ്യം കിട്ടുമോ? നറുക്കെടുപ്പിൽ വളരെ തുലോം വ്യക്തികൾക്ക് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഒക്കെ കിട്ടത്തുള്ളൂ. എല്ലാവർക്കും ഭാഗ്യം കിട്ടത്തില്ല. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് വരുമ്പോൾ ഉണർന്നിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. രണ്ട് കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു. ഒന്ന്, സമയം പറയാതെ നമ്മുടെ യജമാനം വരും. രണ്ട്, കർത്താവിന്റെ വിലപ്പെട്ട നിക്ഷേപമാവുന്ന ദൈവസഭയെ ചേർക്കാൻ നമ്മുടെ കർത്താവ് വരും. സർദീസ് സഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ കള്ളനെ പോലെ വരും. നീ ഉണരാതിരുന്നാൽ പിന്നെ നീ ഒരു നിലയിൽ ഒരു ശ്രമവും വിജയിക്കാൻ പോകുന്നില്ല. ഇവിടെ കർത്താവ് വരുമ്പോൾ നാം എങ്ങനെ കാണപ്പെടണമെന്നാ കർത്താവ് ആഗ്രഹിക്കുന്നത്? കർത്താവ് വരുമ്പോൾ പഠിച്ചതാ, ഉറക്കെ പറ.
ഉടുപ്പ് മലിനമാകാതെ. ഞാൻ ആ ഭാഗം പഠിപ്പിച്ചില്ലല്ലോ. ഇപ്പം പറഞ്ഞ കാര്യത്തിൽ ഉണർന്നും കർത്താവ് പ്രാർത്ഥിക്കും. വരുമ്പോൾ നാം എങ്ങനെ കാണപ്പെടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഉണർന്നും പ്രാർത്ഥിക്കും. ഉണർന്നിരിക്കുന്നു. നമ്മൾ ഉണർന്നിരിക്കുന്നവരായിരിക്കണം. നിങ്ങൾ പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞ് പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയും ദൈവം ആക്കിയിട്ട് ഗതസമനത്തോട് തിരിച്ചു വന്നപ്പോൾ അവർ കിടന്ന് ഉറങ്ങിയില്ലേ? അവര് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന യേശു കണ്ടില്ല. ദൈവസഭയോട് പറയുകയാണ്, ഞാൻ വരുമ്പോൾ നിങ്ങളെ ഉണർന്ന് കണ്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഇത് ഭയങ്കര ഉത്തരവാദിത്വത്തെ കാണിക്കുന്ന കാര്യം കേട്ടോ. ഇത് നമ്മുടെ വിശ്വസ്തതയുമായിട്ട് ഒത്തിരി ബന്ധമുള്ള വിഷയമാണ്. ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം, ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഏത് സമയത്ത് കാഹളം ധ്വനിച്ചാലും, നമുക്കിവിടുന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടണം. ആ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ വേണം. ഇനി ഉറങ്ങിക്കിടന്നാൽ അത് നമ്മുടെ അവിശ്വസ്തതയാ കാണിക്കുന്നത്, അൺഫെയ്ത്ത്ഫുൾനെസ്. ഇപ്പോൾ ആത്മീയ മണ്ഡലമെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുക. എത്ര വചനം കേട്ടാലും ഒരു സ്തോത്രം പറയത്തക്കവണ്ണം അവരുടെ ഉള്ളിലേക്ക് അത് കയറുന്നില്ല. എത്ര ശക്തമായ ആരാധന ഉണ്ടെങ്കിലും ആ ആരാധന നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നില്ല. വളരെ വേദനാജനകമായ കാര്യമാണ്. 4-5 വാക്യങ്ങളിലേക്ക് വരാം. 4-5 വാക്യങ്ങൾ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. ആമേൻ. ഇതിന്റെ കർത്താവ് പറയാണ്, വാണിംഗ് എല്ലാം കൊടുത്തതിന് ശേഷം പറയാണ്, ഉടുപ്പ് മലിനമാകാത്ത ചിലര് സർദീസ് സഭയ്ക്കകത്തുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ലോകത്തിലുള്ള ഒരു ലോക്കൽ സഭകളും പൂർണ്ണതയുള്ളതല്ല. അദൃശ്യമായ ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ ശുശ്രൂഷിക്കുന്നത്, ഉൾപ്പെട്ടു നിൽക്കുന്നതും നമ്മുടെയൊക്കെ കൂടി വരവൊക്കെ പൊതുവെ നമ്മൾ പഠിച്ചാൽ ഒന്നും പൂർണ്ണതയുള്ളതല്ല. അതുകൊണ്ട് വിശ്വാസികളെല്ലാം ശരിയായിട്ടും പാസ്റ്റർമാരെല്ലാം നന്നായിട്ടും ഞാൻ സഭായത്തിന് വരാം എന്ന് തീരുമാനിച്ചാൽ അങ്ങനൊരു കാലം ലോകത്തിൽ ഉണ്ടാകത്തേയില്ല. അത് നമ്മൾ പ്രത്യേകം പഠിക്കണം. ലോകത്തിൽ ഉടുപ്പ് മലിനമാകാത്ത ചിലർ, അവരെ കുറിച്ച് പറയുന്നത് അവർ യോഗ്യന്മാരെന്നാണ്. ഈ ചത്ത ആൾക്കാരുടെ കൂടുന്ന സഭയിലെ ഇവരും കൂടുന്നേ അല്ലേ? അങ്ങനല്ലേ? ചത്ത വിശ്വാസികളുടെ സഭയിലാണ് ഈ ഉടുപ്പ് മലിനമാകാത്തവരും കൂടിക്കൊണ്ടിരിക്കുന്നത്. അവരങ്ങോട്ട് ഈ ചാകാത്തവരെല്ലാം അങ്ങോട്ട് മാറി പുതിയ സഭ ഉണ്ടാക്കുന്നതാണ്. ചത്തവരെല്ലാം ഒരുമിച്ച് കിടന്ന് ആരാധിക്കേണ്ട, ചാകാത്ത നമുക്കെല്ലാം അങ്ങോട്ട് മാറിയേക്കാം, അങ്ങനെ എല്ലാം പറഞ്ഞു. അതൊന്നും പറഞ്ഞില്ല.
എന്താണ് ഉടുപ്പ് മലിനമാകാത്തവരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഉടുപ്പ് മലിനമാകാത്തവരെന്ന് പറഞ്ഞാൽ എന്നാ? വിശുദ്ധിയും വേർപാടും ഉള്ളവർ. ഏ വിശുദ്ധിയും വേർപാടും ഉള്ളവർ. വിശുദ്ധി വേർപാടുകളും എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വിശുദ്ധി വേർപാടെന്നൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും അതങ്ങോട്ട് അത്ര മനസ്സിലാകണമെന്നൊന്നുമില്ല. നിങ്ങൾക്കറിയാവുന്ന ഭാഷ ഞാൻ പറഞ്ഞുതരാം. ലോകത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ലോകത്തിന്റെ ഇച്ഛകൾ അവരിലേക്ക് പ്രവേശിക്കാതെ അവരവരെ തന്നെ സൂക്ഷിച്ചവര്. മനസ്സിലായോ? ലോകത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ലോകം അവരിലേക്ക് പ്രവേശിക്കാൻ അവർ സമ്മതിച്ചില്ല. എന്തുകൊണ്ട്? അവർ കർത്താവിനോടുകൂടെ നടക്കുന്നവരാ. അവർ വെള്ള ഉടുപ്പ് ധരിക്കുന്നവർ മാത്രമല്ല, അവർ യോഗ്യന്മാരാകയാൽ കർത്താവിനോട് നടക്കും. കർത്താവിന്റെ കൂടെ ആരെ നടക്കത്തുള്ളൂ? യോഗ്യന്മാര് മാത്രമേ കർത്താവിന്റെ കൂടെ നടക്കത്തുള്ളൂ. അത് ശ്രദ്ധിച്ചോണം. യോഗ്യതയില്ലാത്ത ആർക്കും കർത്താവിനൊപ്പം നടക്കാൻ ഒക്കത്തില്ല. കർത്താവിന്റെ കൂടെ നടക്കാനുള്ള യോഗ്യതയാണ് വെള്ളയുടുപ്പ് ധരിക്കുക എന്നുള്ളത്. നമ്മൾ ഇടുന്ന പുറമേയുള്ള ഡ്രസ്സിന്റെ കാര്യമല്ലേ പറയുന്നത്. കർത്താവിന്റെ കൂടെ നടക്കാനുള്ള യോഗ്യത ലോകം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാതെ നമ്മളെ തന്നെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5:2-3 വാക്യങ്ങൾ പറയുന്നത് വായിക്കാമോ? 2 കൊരിന്ത്യർ 5-2-3 വാക്യങ്ങൾ. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ ശ്രദ്ധിക്കണം. പൗലോസ് പറയുകയാണ്, ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടല്ല, ഞങ്ങൾക്കൊരു ഉടുപ്പുണ്ട്, ഞങ്ങൾക്കൊരു ഡ്രസ് കോഡുണ്ട്. നമ്മുടെ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനൊരു ഡ്രസ് കോഡുണ്ട്. നോൺ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ഡ്രസ് കോഡുണ്ട്. എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ കൂടെ നടക്കുന്ന അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങൾക്കൊരു ഉടുപ്പുണ്ടെന്ന്. അത് കറുത്തവാനും വെള്ളയുടുപ്പും പിങ്ക് സാരിയൊന്നും അല്ല. അത് നീതിയുടെ വസ്ത്രമാണ്, അത് രക്ഷയുടെ വസ്ത്രമാണ്, അത് വിശുദ്ധിയുടെ വസ്ത്രമാണ്. എനിക്ക് അതിനേക്കാൾ ഒന്നുകൂടി ഇഷ്ടപ്പെട്ട വാക്യം പൗലോസ് അതിന്റെ തൊട്ട 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അടുത്ത വായിച്ചേ. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ആമേൻ. ഈ ഭൂമിയിൽ ഞങ്ങൾക്കൊരു ഡ്രസ് കോഡുണ്ട്. ഈ ഭൂമി വിട്ടാൽ വേറൊരു ഉടുപ്പ് ഞങ്ങൾ ധരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയാണ് പൗലോസ് പറയുന്നത്, അല്ലേ? ഹല്ലേലൂയ. അന്നേരം ഇവിടെ ഒരു ഉടുപ്പുണ്ട്, ഭാവിയിൽ ഒരു ഉടുപ്പ് കിട്ടും. ഭാവിയിൽ നമുക്ക് കിട്ടുന്ന ഉടുപ്പിന്റെ പേരെന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ്സിന്റെ വസ്ത്രമാണ്. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സന്തോഷത്തോട് പാടുന്ന പാട്ടുണ്ട്. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം, മാഞ്ഞു പോ അതുഖിനാവുമ്പോൾ. ഈ മണ്ണിൽ എന്റെ ക്ലേശം അല്പകാലം മാത്രം, മാഞ്ഞു പോ അതുഖിനാവുമ്പോൾ. നിത്യ തേജസ്സിൻ കാലമാണതിൻ നൽകിടും. നമുക്ക് നിത്യ തേജസ്സിന്റെ ഒരു ഘനം നമുക്ക് കിട്ടാൻ പോവാ.
മൺമയമായത് വിൺമയമായതിനെ ധരിക്കും, മർത്യമായത് അമർത്യത്തെ ധരിക്കും. അല്ലേ? നമ്മളൊരു നല്ല ഉടുപ്പ് ധരിക്കാൻ പോവാന്ന്. ഈ ലോകത്തിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലും കിട്ടാത്ത, ഒരു റെഡിമെയ്ഡ് ഷോപ്പിലും കിട്ടാത്ത ഒരു ഉടുപ്പ് ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ വില ലോകത്തിലെ ഒരു കോടീശ്വരനും കൊടുത്ത് വാങ്ങാൻ കഴിയത്തില്ല. അത് ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. അത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ദൈവത്തിൽ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇവിടെ സന്ദേശസഭയോട് പറയുകയാണ്, ഉടുപ്പ് മലിനമാകാത്ത ചിലരുണ്ട്. എന്ന് പറഞ്ഞാൽ ഉടുപ്പ് മലിനമാകാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വത്തെ കാണിക്കുന്നതാണ്. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കർത്താവ് തന്നിരിക്കുന്ന നമ്മുടെ രക്ഷയുടെ വസ്ത്രം, നീതിയുടെ വസ്ത്രം, വിശുദ്ധിയുടെ വസ്ത്രം, അത് മലിനമാകാൻ പാടില്ല. ഒരു ഉത്തരവാദിത്വം. ഞാൻ 2 മൃഗങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ബൈബിളിൽ നിന്ന് വാക്യങ്ങളെല്ലാം എടുക്കാൻ സമയമൊന്നുമില്ല, ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഇച്ചിരി നേരത്തെ നിർത്തുകയും ചെയ്യും. 1, നമ്മളൊക്കെ പന്നിയെ കണ്ടിട്ടുള്ളവരാ. ഈ പന്നിയെ ചെളിയിൽ നിന്ന് എടുത്ത് ഏറ്റവും നല്ല സോപ്പ് ഇട്ട് അതിനെ കുളിപ്പിച്ച് ഷാമ്പു ഒക്കെ ഇട്ട് റെഡിയാക്കി സ്പ്രേ ഒക്കെ അടിച്ച് അങ്ങോട്ട് വിട്ടാൽ ചേറും ചെളിയും കണ്ടാൽ അവിടെ തന്നെ ഇത് പോകും. അയ്യോ, ഞാൻ കുളിച്ചതാണല്ലോ, എന്നെ കുളിപ്പിച്ചതാണല്ലോ, ഞാൻ ഷാമ്പു ഇട്ടാണല്ലോ എന്റെ ദേഹം കഴുകിയത്, അതുകൊണ്ട് എനിക്ക് ഇനി ചേറ് വേണ്ട എന്ന് വെക്കത്തില്ല. എങ്ങോട്ട് പോകും? അതുകൊണ്ടല്ലേ ദൈവസഭയ്ക്കകത്ത് രഹസ്യമായി മദ്യപിക്കുന്നവരെ, രഹസ്യമായി പുകവലിക്കുന്നവരെ, രഹസ്യമായി പാപം ചെയ്യുന്നവരൊക്കെ ഇഷ്ടംപോലില്ലേ? എന്നാൽ നിങ്ങളൊരു ആടിനെ നോക്കിക്കേ. ആട് ഒരിക്കലും നമ്മൾ എത്ര കയറ് കെട്ടി അതിനെ വലിച്ചാലും അത് ചെളിവെള്ളത്തിൽ എന്റെ കാല് കുത്തത്തില്ല. അതുകൊണ്ട് പന്നിക്കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നല്ല പറഞ്ഞത് കർത്താവ്. നാട്ടിൻകൂട്ടമേ നിങ്ങൾ നമ്മൾ ആട്ടിൻകൂട്ടമാ. അശുദ്ധി കണ്ടാൽ അറയ്ക്കും, പാപത്തോട് വിരക്തി തോന്നും, ലോക ഇമ്പങ്ങളോട് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഹല്ലേലൂയ, ജീസസ്. സർദീസ് സഭ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. സർദീസ് സഭയിൽ ഞാൻ മുമ്പേ പറഞ്ഞു, അവസാനിപ്പിക്കട്ടെ. പന്നി എപ്പോഴും ചെളി ഇഷ്ടപ്പെടും. ചെളിയും ചളിയും ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് പന്നി. ആട് എക്കാലവും നീറ്റ്നെസ് ആണ്, വൃത്തി ഇഷ്ടപ്പെടുന്ന മൃഗമാണ്. രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, നീ ഏത് വിഭാഗത്തിലാണ്? അശുദ്ധിയാണോ നിനക്കിഷ്ടം? വിശുദ്ധിയാണോ ഇഷ്ടം? ചെളിയാണോ നിനക്കിഷ്ടം? വൃത്തിയാണോ നിനക്കിഷ്ടം? ജീസസ്. ഈ സർദീസ് സഭയെ നമ്മൾ പിന്നെയും പഠിച്ചാൽ സ്മിർന സഭയൊക്കെ പോയതുപോലെ പീഡനങ്ങളിൽ കൂടെ ഈ സഭ പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. സർദീസ് സഭയ്ക്ക് വലിയ പീഡനമൊന്നുമില്ല. എല്ലാവർക്കും പീഡനം ഉണ്ടാകണമെന്നില്ല. എഫെസോസ് സഭയും പെർഗമോസ് സഭയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദുരുപദേശങ്ങൾ ദൈവസഭയ്ക്കകത്ത് പ്രവേശിക്കുവാനിടയായി. ദുരുപദേശങ്ങൾ
പെർഗമോ സഭയെയും തുയത്തേര സഭയൊക്കെ ശരിക്കും അഫക്ട് ചെയ്തു. സർദീസ് സഭയിൽ അങ്ങനെ ദുരുപദേശം അഫക്ട് ചെയ്തതായിട്ട് പറയുന്നില്ല. ഈ കൊരിന്ത്യ സഭയെ കാണുന്ന പോലെ, അല്ലെ ദ്വൈതേര സഭയിലൊക്കെ കാണുന്ന പോലെ സെക്ഷുവൽ ഇമ്മോറാലിറ്റി അല്ലെങ്കിൽ ദുർനടപ്പൊന്നും ഈ സർദീസ് സഭയിൽ കാണുന്നില്ല. എഫെസോസ് സഭയെ കാണുന്ന പോലെ ഫസ്റ്റ് ലവ്, ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി എന്നുള്ള കാര്യം അവിടെ നമുക്ക് കാണുന്നില്ല. മറ്റു പല സഭകളിലും ഉണ്ടായിരുന്ന പല തെറ്റുകളോ പ്രശ്നങ്ങളോ ഒന്നും സതിസഭയിലില്ല. പക്ഷെ ഒറ്റ കാര്യമേ അവിടെ സംഭവിച്ചുള്ളൂ, അവരെ അകത്തെ മനുഷ്യൻ മരിച്ചുപോയി, ലോകം അവരുടെ ഉള്ളിൽ പ്രവേശിച്ചു, കർത്താവുമായിട്ട് ബന്ധം വിട്ടുപോയി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നീ കാത്തുകൊള്ളണം, നീ കേട്ടത് നീ സൂക്ഷിച്ചു വെക്കണം. എത്ര ശക്തമായ ആലോചന ദൈവം തന്നത്. ഗ്രാജുവേറ്റ് ചെയ്താലും നിങ്ങൾ ഈ ക്ലാസ് മുടക്കല്ലേ, വെളിപ്പാട് ദിവസത്തിന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. നിങ്ങൾ 1 രൂപ പോലും ഫീസും തരണ്ട. ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം വെളിപ്പാട് ദിവസം തീരുന്നിടം വരെ. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. വേറെ സാർമാർ വല്ലതും പഠിപ്പിക്കുന്നതിന് വല്ലതും പറഞ്ഞെങ്കിൽ നിങ്ങൾ ഒരുപാട് കണക്ക് തീർക്കും. ഓക്കെ, ഏതാ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന കാര്യമാണ്, അല്ല ഇപ്പം പഠിക്കുന്ന കാര്യമല്ല പറഞ്ഞു. അത് ഓർത്തോ. നമ്മൾ ഈ ഈ സർദീസ് സഭയെ കുറിച്ച് പഠിച്ചാൽ കർത്താവ് പറയുന്ന ഒരു വിഷയം നിങ്ങൾ നോക്കിക്കേ. നിങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, കർത്താവിൽ നിന്ന് കേട്ടത്, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആ കർത്താവ് കൊടുത്തത് അല്ലേ. When the past becomes more important than the present. ഇപ്പോൾ സർദീസ് സഭയുടെ വർത്തമാന കാലത്തേക്കാൾ എത്രയോ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു അവരുടെ പഴയ കാലം. ഞാൻ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. പഴയ കാലത്തെ ആ പ്രാർത്ഥനാ ജീവിതമൊന്നും ആ നിലയിൽ മടക്കിയെടുക്കാൻ ഈ തിരക്കിൽ പറ്റുന്നില്ല. ഞാനും VP ജോൺ പാസ്റ്ററും ഒക്കെ മണിക്കൂർ കണക്കിന് ഞങ്ങളുടെ സെമിനാരിയുടെ ടെറസിന്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. 250 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സെമിനാരിയാണ് എങ്കിലും പ്രാർത്ഥിക്കാൻ ആ ടെറസിന് മുകളിൽ 10 താഴെ ആൾക്കാരെ ഉള്ളായിരുന്നു. അല്ലേ VP ജോൺ പാസ്റ്റർ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ പറഞ്ഞേ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു. ജോസഫ് ചാക്കോ പാസ്റ്റർ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ശരിയാ ശരിയാ ശരിയാ. അന്നേരം പ്രാർത്ഥിച്ച് സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്, പ്രാർത്ഥിക്കാതെ സുവിശേഷ വേല ചെയ്യുന്നവരുണ്ടെന്നുള്ളത് നമ്മൾ അവിടെ വെച്ച് പഠിച്ച് മനസ്സിലാക്കി. അതെ, അവിടെ വെച്ച് പഠിച്ചതല്ലേ. പ്രാർത്ഥിച്ച് വചനം പഠിക്കുന്നതും പ്രാർത്ഥിച്ച് സുവിശേഷ വേല ചെയ്യുന്നതും പ്രാർത്ഥന ജീവിതത്തിന്റെ ഒരു വലിയ വിഷയമാണെന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് പഠിക്കാൻ പറ്റി. ബാക്കിയുള്ള ധാരാളം ആളുകൾ അവിടെ പഠിക്കുന്നുണ്ട്. അന്ന് നമ്മുടെ ടാങ്കിൽ ഒഴിച്ച ഇന്ധനമാണ് ഇന്നും സുവിശേഷ വേലയുടെ ആ പവർ എന്ന് പറയുന്നത്. നമ്മുടെ സാലി സിസ്റ്റർ കൂടി ഇപ്പോണ്ടല്ലോ. സാലി സിസ്റ്ററുടെ അവിടെയും
അതുപോലെ പ്രാർത്ഥിക്കുന്ന പല സഹോദരിമാരവിടെ ഉണ്ടായിരുന്നു. ശരിയുണ്ട്. Praise the Lord. എത്ര പവർഫുൾ അല്ലേ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളായിരുന്നു. ആമേൻ. അന്നേരം സർദീ സഭയോട് പറയുകയാണ്, നീ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നീ മറക്കല്ലേ, നീ കേട്ടത് മറക്കല്ലേ, നിനക്കൊരു മാനസാന്തരം ഇപ്പോൾ വേണം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, സർദീസ് സഭയുടെ ആദ്യകാലം ഇപ്പോഴത്തെ അവസ്ഥയേക്കാൾ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. നമ്മൾ പലപ്പോഴും പാടുമല്ലോ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ, അല്ലേ? നമ്മൾ പാടും, പാടാൻ എളുപ്പമാണ്. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒന്നുണ്ടാകാൻ നമ്മൾ സാക്രിഫൈസ് ചെയ്യുവാൻ നമുക്ക് പലപ്പോഴും കഴിയത്തില്ല. ഈ രണ്ടാമത് തന്നെ സർദീസ് സഭയെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കർത്താവിന്റെ കൂടെ നടക്കാത്ത ഒരു പ്രവർത്തനവും അത് പൂർണ്ണതയുള്ളതാകത്തില്ല. യേശുവിനെ മാറ്റിവെച്ചിട്ടുള്ള ഒരു പ്രവർത്തനവും അത് പെർഫെക്റ്റ് അല്ല. പത്രോസ് യേശുവിനെ കൂടാതെ രാത്രി മുഴുവൻ അധ്വാനിച്ചതുപോലെ ഇരിക്കും. എന്തൊക്കെയോ നടക്കുന്നുണ്ട്, റിസൾട്ട് ഇല്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തുമാകട്ടെ, അത് കർത്താവിനോടുകൂടെ ചേർന്ന് നമുക്ക് ചെയ്യാം, കർത്താവിനോടൊപ്പം നിന്ന് നമുക്ക് ചെയ്യാം. ജീസസ്. ഞാൻ പല പ്രാവശ്യം എന്റെ മനസ്സോട് ചിലപ്പോ അങ്ങ് ചിന്തിച്ചു പോയിട്ടു, കർത്താവേ, നമ്മുടെ ഈ സെമിനാരി എനിക്ക് കണ്ടിന്യൂ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ? ഒരുപാട് പരിമിതികളുണ്ട്, എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചു. ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, സാക്ഷി പാസ്റ്റർ, വലിയ ഭാരമുള്ളതൊക്കെ നമ്മൾ അങ്ങ് മാറ്റി വെക്കുന്നതാണ് നല്ലത്. എനിക്ക് ഇച്ചിരി വിഷമം തോന്നി അന്നേരം. എന്നാൽ വേറൊരു ദൈവദാസൻ എന്നോട് ഒരു ആലോചന പറഞ്ഞു, പാസ്റ്റർ, ദൈവമാണ് ഇത് തുടങ്ങാൻ കൃപ തന്നെങ്കിൽ അതിനെ നടത്താനും ദൈവശക്തനാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് 2 എഞ്ചിനുള്ള വണ്ടിയെ പോലെ എനിക്ക് തോന്നി അന്നേരം. ഞാൻ പ്രൈസ് ഗോഡ്. ഒരാള് നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ഒരാലോചനയാ പറഞ്ഞത്, വേറൊരാൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടുള്ള വിഷയമാണ് പറഞ്ഞത്. സ്തോത്രം. നമ്മുടെ കർത്താവ് ജീവിക്കും. സ്തോത്രം. എന്റെ ആഗ്രഹം ഗിയോൺ തിയോളജിക്കൽ സെമിനാരി ഞങ്ങളുടെ മരണം വരെ കൊണ്ട് നടക്കണമെന്നാണ്. അനേകർ പഠിക്കുകയും ദൈവവേല ചെയ്യാൻ അവസരം ഉണ്ടാകട്ടെ, അതോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ 2 കാര്യം പറഞ്ഞിപ്പോൾ. മൂന്നാമത്തെ കാര്യം, ഏത് കാലത്തും ദൈവസഭയ്ക്ക് ഉണർവ് ആവശ്യമാണ്. സർദീസ് സഭയോട് പറഞ്ഞാൽ എന്നാന്നറിയാമോ? നീ ഉണരണമെന്നാ പറഞ്ഞത്. നീ ഉണരണം. ഏത് കാലത്തും ദൈവസഭയ്ക്ക് ഉണർവ് ആവശ്യമാണ്. എങ്ങനെ ഉണർവ് ഉണ്ടാകുന്നേ? ബി അലർട്ട്. നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മുടെ ആത്മീയ മനുഷ്യന് കേടുവരുന്നതൊന്നും നമ്മൾ അനുവദിച്ചുകൂടാ. പഴയകാലത്ത് തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ വായിച്ചു കാണും, പലരും കൊടുത്തു കാണും. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പുസ്തകമായിരുന്നു തമ്പിയുടെ ഹൃദയം. ഒരു പാവി മാനസാന്തരപ്പെടുന്ന രംഗം അതിനകത്തുണ്ട്, മാനസാന്തരപ്പെട്ട ഒരാൾ പിന്മാറ്റത്തിൽ പോയ രംഗം അതിനകത്തുണ്ട്. നല്ല അലേർട്ടുള്ളവരായിരിക്കണം. ബി അലേർട്ട്. എല്ലാ ദിവസവും ദൈവത്തിന്റെ മുഖം നാം അന്വേഷിക്കണം. ഉണർവ് വേണമോ? നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം.
രണ്ടാമത് എല്ലാ ദിവസവും സീക്ക് ഗോഡ് ഡെയിലി. എല്ലാ ദിവസവും ദൈവത്തിന് മുഖം അന്വേഷിക്കണം. മൂന്നാമത് ഉണർവുണ്ടാകണമെങ്കിൽ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണം. വിശ്വാസത്തിന് ഭംഗം വരരുത്. നടന്നാലും നടന്നില്ലെങ്കിലും എന്റെ ദൈവം സർവശക്തനാണെന്ന് വിളിച്ചു പറയണം. എന്റെ കർത്താവ് എനിക്ക് ചെയ്യുമെന്ന് പറയണം. അടുത്തത്, ഏത് സാഹചര്യങ്ങളിലും നമ്മൾ പ്രതികൂലത്തെ ഓവർകം ചെയ്യുന്നവരായിരിക്കണം. ഇത് ഓവർകമർ. ഏത് സാഹചര്യത്തിലും പ്രതികൂലം എന്നെ കൊണ്ട് പോകുമെന്നല്ല പറയേണ്ടത്. ഈ പ്രശ്നം എന്നെ കൊണ്ടേ പോകത്തുള്ളെന്നും പറയരുത്. ഏത് പ്രതികൂലത്തിലും നമ്മൾ ചാമ്പ്യന്മാരായിരിക്കണം. കർത്താവ് പറഞ്ഞല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം കർത്താവ് ലോകത്തെ ജയിച്ചെന്ന് പറഞ്ഞാൽ ആ ജയം നമുക്കും ഉണ്ടെന്നാ അതിന്റെ അർത്ഥം, അല്ലേ? കർത്താവിന്റെ അനുയായികളായിരിക്കുന്ന നമുക്ക് എന്തുണ്ട്? ഒരു വിക്ടറി ഉണ്ട്. ഞാൻ ജയിക്കുന്നവനെ, സന്ധിസഭയുടെ ദൈവം അവർ ജയിക്കുന്നവന് എന്തോ കൊടുക്കുന്ന പറഞ്ഞേ? വായിച്ചേ ലാസ്റ്റ് വാക്യങ്ങൾ. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. നേരം ജയിക്കുന്നവൻ ഒരു ഉടുപ്പ് കിട്ടും. നല്ല പ്യൂറാണ്, പ്യൂർ വൈറ്റ്. ജീവപുസ്തകത്തിൽ ആ പേര് നിലനിൽക്കും എന്ന് പറഞ്ഞാൽ നീ നരകത്തിൽ പോകത്തില്ലെന്ന്. ഈ ലോകത്തെ ജയിച്ച് വിശുദ്ധിയോട് ജീവിച്ചാൽ നിനക്ക് നിത്യ നരകമില്ല. നീ കർത്താവിന്റെ കൂടെ ജീവിക്കും. ഇതിൽ കൂടുതൽ ഭാഗ്യം എന്നാ വേണ്ടുന്നത്? ഇതിനല്ലേ നമ്മൾ ഇറങ്ങി തിരിച്ചത്. വിസ കിട്ടാനും ജോലി കിട്ടാനും വീട് കിട്ടാനും ഇറങ്ങിയ ബന്ധുക്കോസി വന്നാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് എനിക്ക് നിത്യതയിൽ കർത്താവിനോടൊപ്പം ജീവിക്കണം. എന്റെ ആത്മാവ് നിത്യതയിൽ കാണണം. അതാണ് എന്റെ ലക്ഷ്യം. അങ്ങനെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിയവർ എത്ര പേരുണ്ട്? ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിയവർ എത്ര പേരുണ്ട്? ഗൾഫിൽ ഒരുപാട് ആളുകളുണ്ട്. വിസയ്ക്ക് വേണ്ടി രക്ഷിക്കപ്പെടുന്നവരെ, ജോലിക്ക് വേണ്ടി രക്ഷിക്കപ്പെടുന്നവരെ, വണ്ടിക്ക് വേണ്ടി രക്ഷിക്കപ്പെടുന്നവരെ, ഇങ്ങനെ ഒരുപാട് പേര് ഗൾഫിലുണ്ട്. സുധമാമയ്ക്കൊക്കെ അറിയാം. അവിടെ ഒരുപാട് പേര് രക്ഷിക്കപ്പെടും കാര്യസാധ്യത്തിന് വേണ്ടി. കാര്യസാധ്യം എല്ലാം ഇങ്ങനെ ഓക്കെ ആണെങ്കിൽ പിന്നെ സഭയിലും പെരിയയിലെ പാസ്റ്റം കാണത്തില്ല, ആരും കാണത്തൊന്നും അറിയത്തില്ല. അത് അവർക്കൊക്കെ ദൈവത്തിൽ നിന്ന് ചുട്ടയടി കിട്ടുകയും ചെയ്യും. അതല്ലിത്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ എന്ത് ചെയ്യണമെന്നാ? തന്നെ താൻ ത്യജിച്ച്, ജോലി പോയാലും വണ്ടി കിട്ടിയില്ലേലും വീട് കിട്ടിയില്ലേലും എല്ലാം നഷ്ടപ്പെട്ടാലും തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത്, പ്രൈസ് ഗോഡ്, റിസ്ക്കുള്ള പണിയാ, എളുപ്പമുള്ള പരിപാടിയല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ഇനി അടുത്ത സഭയാണ് ചർച്ച് അറ്റ് ഫിലാഡൽഫിയ. ഫിലദൽഫിയ സഭ. ഫിലദൽഫിയ സഭയെ കുറിച്ച് ഇന്ന് പഠിപ്പിക്കുന്നില്ലെങ്കിലും 2-3 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കത് പിന്നത്തെ പഠിക്കാം. ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരി 4-ാം തീയതി ഇനാഗറൽ സെറമണി ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് വരത്തുള്ളൂ. ഞാനത് പിന്നാലെ പറയാം. ഈ ഫിലദൽഫിയ സഭ 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് ആ സഭയ്ക്കുള്ള ദൂത് കാണുന്നത്. ഈ ഫിലദൽഫിയ സഭയുടെ ഒരു പ്രത്യേകത പറയാമോ? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേകത. സഹോദര സ്നേഹം, ബ്രദർലി ലവ്. അത് നല്ല കാര്യമാണ്. സഹോദര സ്നേഹമുണ്ട്.
അത് ഫിലാഡൽഫിയ എന്ന വാക്കിന്റെ അർത്ഥമാണ്. പിന്നെ അല്പമേ മറ്റെന്തെങ്കിലും ഇത് പറയാനുണ്ടോ? അല്പമേ ശക്തിയുള്ളെങ്കിലും വചനം കാത്തു. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും വചനം കാത്തു. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധരും സത്യസന്ധരുമായി. ഈ 7 സഭകളിൽ കർത്താവ് ദൂത് കൊടുക്കുമ്പോ 2 സഭയ്ക്ക് മാത്രമാണ് ഒരു കുറ്റവും പറയാതിരുന്നത്. ഏതൊക്കെയാന്ന് പറയാമോ? ഒന്ന് സ്മുർനാ സഭ, ഒരു കുറ്റവും ഇല്ലായിരുന്നു. ഫിലാഡൽഫിയ സഭ പ്രത്യേകിച്ച് കുറ്റമൊന്നും ഇല്ലായിരുന്നു. ബാക്കിയുള്ള 5 സഭകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ബഹുഭൂരിപക്ഷം ലോക്കൽ സഭകൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള സഭകളാണ്. സ്മൃതാ സഭയ്ക്ക് ആത്മീയമായ കുറ്റങ്ങളൊന്നുമില്ലെങ്കിലും അവർ അനുഭവിച്ച പീഡനങ്ങൾ അതുപോലെ വലുതായിരുന്നു. ഫിലദൽഫിയ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തി കുറവുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. പക്ഷെ അവർ ദൈവവചനം കാത്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവർക്കൊരു വാതിൽ തുറന്നു. ദൈവവചനം കാക്കുന്നവർക്ക് ഒരു വഴി ദൈവം തുറന്നിരിക്കും. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്ത്, ഇതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആ ഫിലാഡൽഫിയ സഭയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ സുവിശേഷം അറിയിക്കാൻ ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചർച്ചയായിരുന്നു. സുവിശേഷ വേല ചെയ്യാൻ ഒരു വാതിൽ ദൈവം തുറക്കുക. നിനക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ മനസ്സുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നീ വഴി തേടി പോകേണ്ട, വഴി നിന്റെ മുമ്പിൽ ദൈവം തുറക്കും. യാതൊരു സംശയമില്ല. ആമേൻ. എന്നിട്ട് അടുത്തൊരു കാര്യം എന്നെ ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. 3-10-11 വാക്യങ്ങൾ വായിക്കാമോ? 3-10-11 വാക്യങ്ങൾ. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഞാൻ ഒരു പരീക്ഷാകാലം ഈ വചനം കാക്കുന്ന സഭയ്ക്കുണ്ട്. ചിലർ അറിയത്തില്ലേ, നീ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് നിനക്ക് എന്നാ എപ്പോഴും അങ്ങ് പ്രശ്നമാണല്ലോ. അതെ, പക്ഷെ ഇവിടെ പറയുന്നത് നിനക്ക് പരീക്ഷാകാലം ഇല്ലെന്നല്ല പറഞ്ഞത്. പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. അത് വേറൊരു ടോപ്പിക്കാണ്. ഭൂതലത്തിലെങ്ങും ഇതുവരെ ഉണ്ടാകാത്തതും മേലാൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം ഉണ്ടാകാൻ പോവുകയാണ്. എതിർക്രിസ്തുവിന്റെ ഭരണം ഭൂമിയിൽ സംഭവിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ദൈവസഭയെ ദൈവം എടുക്കുവാനിടയായിത്തീരും. ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് എതിർക്രിസ്തുവിന്റെ ഭരണം ഭൂമിയിൽ നടക്കുന്നത്. 1 വാതിൽ തുറക്കുന്ന ദൈവം, 2 പരീക്ഷാകാലത്ത് സൂക്ഷിക്കുന്ന ദൈവം. ഇത് രണ്ടും മതിയല്ലോ നമുക്ക്. നമുക്കൊരു വഴി വേണം. അത് ഏത് കാര്യത്തിലാണെങ്കിൽ, അത് ഭൗതിക വിഷയമാകട്ടെ, ആത്മീയ വിഷയമാകട്ടെ, ശരീരം എന്താണെങ്കിൽ നമുക്കൊരു വഴി വേണം. അത് തുറക്കുന്ന ദൈവമാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, അതിൽ നിന്ന് വിടുതൽ തരാമെന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ 2 ബ്ലെസ്സിങ്സ് ആണ് ഫിലദൽഫിയ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഫിലദൽഫിയ സഭയെ കുറിച്ച്. സാലിസ് പറഞ്ഞോളൂ, എന്റെ അർത്ഥമൊക്കെ പഠിക്കാനുണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എടുക്കാനിടയായിത്തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചില അനൗൺസ്മെന്റുകൾ